വെൽക്കം ടു ഇന്ത്യൻസ് അക്കാദമി. നമുക്ക് PSC ഇംഗ്ലീഷിൽ മാർക്ക് കൂട്ടാനായിട്ട് എന്ത് വേണം? നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വർക്കൗട്ട് ചെയ്താൽ മതി. അപ്പോൾ 2010 മുതൽ 2026 വരെ കേരള PSC ചോദിച്ചിട്ടുള്ള ഇംഗ്ലീഷിലെ വൊക്കാബുലറി, അതേപോലെ തന്നെ സിമ്പിളായിട്ടുള്ള ഗ്രാമറിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ സീരീസ് ആണ് നമ്മൾ ചെയ്യുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. പിക്ക് ഔട്ട് ദ ഫെമിനിൻ വേർഡ് ഓഫ് ഹോഴ്സ്. അപ്പോൾ ഇങ്ങനെ ഫെമിനിൻ വേർഡ് PSC ചോദിക്കാറുണ്ട്, പണ്ട് മുതലേ PSC ചോദിക്കുന്നതാണ്. എന്താണ് ഓപ്ഷൻസ് ഉണ്ട്? ബിച്ച്, മെയിൽ, മേർ, റോ. എന്താണ് ഹോഴ്സിന്റെ ഫെമിനിൻ ജെൻഡർ? മേർ എന്നുള്ളതാണ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചു വെച്ചേക്കാം. ഇനി ഇതേപോലത്തെ നമുക്ക് എക്സാമ്പിൾ PSC ചോദിച്ചിട്ടുള്ള എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഫോക്സ് എന്ന് വെച്ചാൽ എന്താണ്? കുറുക്കൻ എന്നുള്ളതാണ്. അതിന്റെ ഫെമിനിൻ ജെൻഡർ ആണ് വിക്സൺ. അടുത്ത റാം എന്ന് വെച്ചാൽ എന്താണ്? മുട്ടനാട്. അതിന്റെ ഫെമിനിൻ ജെൻഡർ ആണ് ഈവ് എന്നുള്ളത്. ഇനി അടുത്ത സ്റ്റാക്ക് എന്താണ്? ആൺമാനാണ്. അതിന്റെ ഫെമിനിൻ ജെൻഡർ ആണ് ഹിൻ എന്ന് വെച്ചാൽ പേടമാൻ. ഇനി അടുത്ത ഗാൻഡർ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ വാത്ത എന്ന് പറയാമല്ലോ, ഇല്ല അരയന്നം പോലെയൊക്കെ ഇരിക്കുന്ന, തറവ് പോലെയൊക്കെ ഇരിക്കുന്ന ഗാൻഡർ. അതിൻ്റെ ഫെമിനിൻ ജെൻഡർ ആണ് ഗൂസ്. ഡ്രേക്ക് എന്ന് വെച്ചാൽ ആൺതാറാവാണ്, ഡക്ക് ഫെമിനിൻ ജെൻഡർ. ഡ്രോൺ ആൺ തേനീച്ച, ബി പെൺ തേനീച്ച. കോൾട്ട് എന്താണ്? കോൾട്ട് അതായത് നമ്മുടെ കുതിരയുടെ കുട്ടി, ആൺ കുതിരക്കുട്ടിയാണ് കോൾട്ട്. ഫില്ലി എന്ന് വെച്ചാൽ പെൺ കുതിരക്കുട്ടി. സ്റ്റാലിൻ എന്ന് വെച്ചാൽ എന്താണ്? ആൺകുതിരയാണ്. അതിൻ്റെ മേർ എന്ന് വെച്ചാൽ പെൺകുതിരയാണ്. അടുത്ത BOR ബോർ എന്ന് വെച്ചാൽ ആൺപന്നിയാണ്. സോ എന്ന് വെച്ചാൽ പെൺപന്നി. കോബ് എന്ന് വെച്ചാൽ എന്താണ്? ആൺ അരയന്നമാണ്. പെൺ എന്ന് വെച്ചാൽ പെൺ അരയന്നം. അടുത്ത ബക്ക് എന്ന് വെച്ചാൽ എന്താണ്? ആൺമാനാണ്. ഡോ എന്ന് വെച്ചാൽ പെൺമാനാണ്. അതേപോലെ തന്നെ ആൺമുയലിനും ഇങ്ങനെ പറയാറുണ്ട്. സോ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചേക്കാം. അടുത്ത ബുള്ളോക്ക് അല്ലെങ്കിൽ സ്റ്റീർ എന്ന് വെച്ചാൽ എന്താണ്? മൂരിക്കുട്ടൻ, നമ്മുടെ പശുക്കിടാവ് എന്ന് പറയാമല്ലോ. അതിൻ്റെ ഫെമിനിൻ ജെൻഡർ ആണ് ഹെയ്ഫർ എന്നുള്ളത്. സോ ഇതെല്ലാം PSC ചോദിച്ച ചോദ്യങ്ങളാണ്, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. രാജു ഹാസ് ഡാഷ് മോട്ടീവ്സ് ഇൻ കളക്ടിങ് ഫണ്ട് ഫോർ പുവർ പീപ്പിൾ. സോ ഓപ്ഷൻസ് ഉണ്ട്, എല്ലാം മോണിറ്ററി എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണ്? സ്പെല്ലിംഗ് ആണ് കറക്റ്റായിട്ട് നോക്കേണ്ടത്. നമ്മൾ RBI മോണിറ്ററി പോളിസി ഒക്കെ നമ്മൾ പഠിക്കാറുണ്ടല്ലോ. സോ എന്താണ് മോണിറ്ററി സ്പെല്ലിങ്? MONETARY എന്നുള്ളതാണ്. സോ നമ്മുടെ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്, മോണിറ്ററി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. പിക്ക് ഔട്ട് ദ ഓപ്പോസിറ്റ് വേർഡ് ഓഫ് മിറ്റിഗേറ്റ്. ഇപ്പം മിറ്റിഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാര്യം ലഘൂകരിക്കുക അല്ലെങ്കിൽ കാഠിന്യം കുറയ്ക്കുക എന്നുള്ളതാണ് മിറ്റിഗേറ്റിൻ്റെ അർത്ഥമായിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്ത് വരണം? കാഠിന്യം കൂട്ടുക അല്ലെങ്കിൽ ഒരു പ്രശ്നമോ സാഹചര്യമോ കൂടുതൽ വഷളാക്കുക എന്നർത്ഥം വരുന്നത് എന്താണ്? ഓപ്ഷൻ ഡി അഗ്രവേറ്റ് ആണ്. എന്താണ്? അഗ്രവേറ്റ് ആണ് ഒരു പ്രശ്നം അല്ലെങ്കിൽ സാഹചര്യം കൂടുതൽ വഷളാക്കുക എന്ന മീനിങ് വരുന്നത്. സോ മിറ്റിഗേറ്റ് ഓപ്പോസിറ്റ് അഗ്രവേറ്റ്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ചൂസ് ദ മീനിങ് ഓഫ് ദ ഇഡിയംസ് ചോദിക്കാറുണ്ട് PSC. ബോൺ ഓഫ് കണ്ടൻഷൻ, ഇത് ഒരുപാട് തവണ PSC ചോദിച്ച ഒരു ചോദ്യമാണ്. ബോൺ ഓഫ് കണ്ടൻഷൻ എന്താണ് ആൻസർ? ഓപ്ഷൻ ബി ആണ്, സബ്ജക്റ്റ് ഓഫ് ഡിസ്പ്യൂട്ട് ഓഫ് ക്വാറൽ. എന്താണ്? സബ്ജക്റ്റ് ഓഫ് ഡിസ്പ്യൂട്ട് ഓഫ് ക്വാറൽ എന്നുള്ളതാണ് ബോൺ ഓഫ് കണ്ടൻഷൻ എന്നതിന്റെ അർത്ഥമായിട്ട് വരുന്നത്. എന്താണ് അതിന്റെ അർത്ഥം? തർക്ക വിഷയം എന്നുള്ളതാണ് അതിന്റെ മീനിങ്. എന്താണ്? തർക്ക വിഷയം. ആളുകൾ തമ്മിലുള്ള വിയോജിപ്പിന്റെയോ അല്ലെങ്കിൽ തർക്കത്തിന്റെയോ പ്രധാന വിഷയം അർത്ഥമാക്കുന്നത്, അതാണ് ഈ ബോൺ ഓഫ് കണ്ടൻഷൻ എന്ന് പറയുന്നത്. അതായത് തർക്ക വിഷയമാണ് ബോൺ ഓഫ് കണ്ടൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. പിക്ക് ഔട്ട് ദ സിനോണിം ഓഫ് വെറ്റ്. WHET ആണ് വെറ്റ്. സിനോണിംസ് എന്ന് വെച്ചാൽ എന്താണ്? ഒരേ അർത്ഥം വരുന്നത് എന്നാണ് അർത്ഥം. അപ്പോൾ എന്താണ് വെറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ആയുധത്തിനോ മറ്റോ മൂർച്ച കൂട്ടുക എന്നുള്ള അർത്ഥമാണ് വെറ്റിനുള്ളത്. എന്താണ്? ഒരു ആയുധത്തിനോ മറ്റോ മൂർച്ച കൂട്ടുക എന്നുള്ള അർത്ഥമാണ് വെറ്റിനുള്ളത്. സോ അതേ അർത്ഥം വരുന്നത് എന്താണ്? ഓപ്ഷൻ സി ഷാർപ്പൻ ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ദ ഗേൾസ് ആസ് വെൽ ആസ് ദ ടീച്ചർ ഡാഷ് വിസിറ്റഡ് ദ ഓർഫനേജ്. അപ്പോൾ ഏതാണ് ഇവിടെ വരുന്നത് എന്നുള്ളതാണ്. സോ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്, ഇംഗ്ലീഷ് വ്യാകരണ നിയമം അനുസരിച്ചിട്ട് ആസ് വെൽ ആസ് ഉപയോഗിച്ച് രണ്ട് നാമങ്ങളെ, അതായത് ഇവിടെ ഗേൾസിനെയും ദ ടീച്ചർ എന്നുള്ളതാണല്ലോ, രണ്ട് നാമങ്ങളെ ആസ് വെൽ ആസ് ഉപയോഗിച്ച് ബന്ധിപ്പിക്കുമ്പോൾ ആദ്യത്തെ നാമത്തിനനുസരിച്ചിട്ട് നമ്മൾ വെർബ് തീരുമാനിക്കണം. ഇപ്പോൾ ഇവിടെ ആസ് വെൽ ആസിന്റെ ആദ്യത്തെ വെർബ് ഏതാണ്? ദ ഗേൾസ് എന്നുള്ളതാണ്. ഇപ്പം ഗേൾസ് എന്നുള്ളത് ഒന്നിലധികം ഉണ്ടല്ലോ. സോ ഇത് പ്ലൂറൽ ആണ്. ദ ടീച്ചർ ഒരാളെ ഉള്ളൂ, അപ്പോൾ അത് സിംഗുലർ ആണ്. അപ്പോൾ ആസ് വെൽ ആസ് വരുമ്പോൾ എന്താണ്? ആദ്യത്തെ വെർബ് അനുസരിച്ചിട്ട് നമ്മൾ ഇത് സെലക്ട് ചെയ്യണം. ഇപ്പോൾ ഇവിടെ പ്ലൂറൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? ഓപ്ഷൻ ബി ഹാവ് നമുക്ക് ഉപയോഗിക്കാം. ഈ വാസും ഈസും ഹാസ് ഒക്കെ സിംഗുലർ അല്ലേ. സോ ഹാവ് മാത്രമാണ് ഇവിടെ പ്ലൂറൽ ആയിട്ടുള്ളത്. സോ ആൻസർ എന്താണ്? ദ ഗേൾസ് ആസ് വെൽ ആസ് ദ ടീച്ചർ ഹാവ് വിസിറ്റഡ് ദ ഓർഫനേജ്. ഈ ഒരു പോയിന്റ് നിങ്ങൾ പഠിച്ചു വെച്ചേക്കാം. ആസ് വെൽ ആസ് വരുമ്പോൾ എന്താണെന്നുള്ളത് ഈ ഒരു പോയിന്റ് മനസ്സിലാക്കി വെച്ചേക്കാം. ഇനി നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാനുള്ള ഒരു ചോദ്യം ഞാൻ പറയാം. ദ ടീച്ചർ ആസ് വെൽ ആസ് ദ സ്റ്റുഡൻസ് dash excited for the
അപ്കമിങ് ഫീൽഡ് ട്രിപ്പ്. സോ ആസ് വെൽ എസ് ഉപയോഗിച്ചിട്ട് രണ്ട് കാര്യങ്ങൾ നമ്മൾ എന്താണ് യോജിപ്പിച്ചിട്ടുണ്ട്. സോ നിങ്ങൾ ഇതിൻ്റെ ആൻസർ എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ലെറ്റസ് സിംഗ് എ സോങ് ഡാഷ്. എന്താണ് ക്വസ്റ്റ്യൻ ടാഗ് വരുന്നത് എന്നുള്ളതാണ്. ഞാനിവിടെ എഴുതിയേക്ക് നോക്കുക. ലെറ്റസ് എന്ന് തുടങ്ങുന്ന വാക്യങ്ങൾക്ക് എപ്പോഴും എന്തായിരിക്കും ക്വസ്റ്റ്യൻ ടാഗ് വരുന്നത്? ഷാൾ വി എന്നുള്ളതായിരിക്കും എപ്പോഴും എന്താണ് ക്വസ്റ്റ്യൻ ടാഗ് ആയിട്ട് ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ ലെറ്റസ് സിംഗ് എ സോങ് എന്താണ് ആൻസർ? ഷാൾ വി. ഓക്കെ ആണല്ലോ. അപ്പോൾ ലെറ്റസ് വരുമ്പോഴുള്ള കണ്ടീഷൻ എന്താണെന്നുള്ള കാര്യം നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചു വെച്ചേക്കുക. അടുത്തത് സ്പോട്ട് ദ വൺ വേർഡ് ഫോർ എ പേഴ്സൺ പണിഷ്ഡ് ഫോർ ദ മിസ്റ്റേക്ക് ഓഫ് അതേഴ്സ്. അതായത് മറ്റൊരാളുടെ എന്താണ് കുറ്റം കാരണം നമ്മൾ ശിക്ഷിക്കപ്പെടുക. അപ്പോൾ എന്താണ് അതിൻ്റെ മീനിങ്? ഓപ്ഷൻ സി സ്കേപ്പ് ഗോട്ട് എന്നുള്ളതാണ്. എന്താണ്? സ്കേപ്പ് ഗോട്ട് എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. എ പേഴ്സൺ പണിഷ്ഡ് ഫോർ ദ മിസ്റ്റേക്ക് ഓഫ് അതേഴ്സ് എന്താണ്? സ്കേപ്പ് ഗോട്ട് എന്നുള്ളതാണ് നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ദ മീനിങ് ഓഫ് ദ ഫ്രേസൽ വെർബ് കാൾ ഓൺ. ഇപ്പോൾ ഫ്രേസൽ വെർബ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PSCയിൽ ഒരുപാട് തവണ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമേഖലയാണ് ഫ്രേസൽ വെർബ് എന്നുള്ളത്. സോ കാൾ ഓൺ എന്ന് വെച്ചാൽ എന്താണ്? വിസിറ്റ്. നമ്മൾ തന്നിരിക്കുന്ന ഓപ്ഷൻ വെച്ചിട്ട് വിസിറ്റ് എന്നുള്ളതാണ് നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. ഇനി കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. കാൾ ഓഫ് എന്ന് വെച്ചാൽ എന്താണ്? റദ്ദാക്കുക എന്നുള്ളതാണ്. എന്താണ് കാൾ ഓഫ് എന്ന് വെച്ചാൽ? റദ്ദാക്കുക എന്നുള്ളതാണ്. സോ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ദ മാച്ച് വാസ് കാൾഡ് ഓഫ് ഡ്യൂ ടു റെയിൻ. മഴ കാരണം മത്സരം റദ്ദാക്കി. ഓക്കെ ആണല്ലോ. ഇനി കാൾ ഫോർ ഡിമാൻഡ് അല്ലെങ്കിൽ ആവശ്യപ്പെടുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ അതിന് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ സിറ്റുവേഷൻ കാൾസ് ഫോർ ഇമ്മീഡിയറ്റ് ആക്ഷൻ. എന്താണ്? ദ സിറ്റുവേഷൻ കാൾസ് ഫോർ ഇമ്മീഡിയറ്റ് ആക്ഷൻ. ഈ സാഹചര്യത്തിൽ അടിയന്തര നടപടി ആവശ്യമാണ് എന്ന് പറയുന്നുണ്ട്. ഇനി എന്താണ്? കാൾ ഓൺ അല്ലെങ്കിൽ കാൾ അപ്പോൺ. ഒരാളെ സന്ദർശിക്കുക എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. എന്താണ്? ഒരാളെ സന്ദർശിക്കുക എന്നുള്ളതാണ് കാൾ ഓൺ അല്ലെങ്കിൽ കാൾ അപ്പോൺ എന്നതിൻ്റെ മീനിങ് ആയിട്ട് വരുന്നത്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ എന്താണ്? ഐ വിൽ കാൾ ഓൺ യു ടുമാറോ. ഐ വിൽ കാൾ ഓൺ യു ടുമാറോ എന്ന് വെച്ചാൽ ഞാൻ നാളെ നിങ്ങളെ സന്ദർശിക്കാം എന്നുള്ളതാണ്. അല്ലാതെ വിളിക്കാം എന്നുള്ളതല്ല. ഞാൻ നാളെ നിങ്ങളെ സന്ദർശിക്കാം. ഓക്കെ ആണല്ലോ കാൾ ഓൺ. ഇനി അടുത്ത കാളപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഫോൺ വിളിക്കുക എന്ന മീനിങ് ഉണ്ട്. അതേപോലെ തന്നെ എന്താണ്? റീകളക്റ്റ്, ഓർമ്മകളിലേക്ക് തിരികെ കൊണ്ടുപോവുക എന്നുള്ളൊരു മീനിങ്ങും വരുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഐ വിൽ കാൾ അപ്പ് യു ലേറ്റർ. ഞാൻ നിങ്ങളെ പിന്നീട് ഫോണിൽ വിളിക്കാം എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്താണ്? റീകളക്റ്റ് എന്നുള്ള ആൻസറാണ് PSC ചോദിച്ച് കണ്ടിട്ടുള്ളത്. സോ അത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക. ഓർമ്മകളിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നുള്ളതും കാളപ്പ് കൊണ്ട് ഉദ്ദേശിക്കാറുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. ഇതും PSCയുടെ ഒരു സ്ഥിരം ചോദ്യമേഖലയാണ്. സോ തന്നിരിക്കുന്നതിൽ കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി. എന്താണ്? മെസാക്കർ. MASSACRE എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഇനി എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ദ നോയ്സ് കോസ്റ്റ് ഓൾ ദ നെയ്ബേഴ്സ് ടു ഡാഷ്. അപ്പോൾ ഇതൊരു എന്താണ്? ഇഡിയമാണ്. അപ്പോൾ എന്താണ്? ഗോ നട്ട്സ് എന്നുള്ളതാണ്. അതായത് വലിയ ശബ്ദം കാരണം അയൽക്കാർക്ക് കടുത്ത ദേഷ്യം വന്നു എന്നുള്ള അർത്ഥത്തിൽ എന്താണ്? ഗോ നട്ട്സ് എന്നുള്ളതാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ദ നോയ്സ് കോസ്റ്റ് ഓൾ ദ നെയ്ബേഴ്സ് ടു ഗോ നട്ട്സ് എന്നുള്ളതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ. ഇനി എന്താണ് ബെയിൽ ഔട്ട് എന്ന് വെച്ചാൽ? ബെയിൽ ഔട്ട് എന്ന് വെച്ചാൽ ഒരു കമ്പനിയെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെയോ സാമ്പത്തിക തകർച്ചയിൽ നിന്ന് പണം നൽകി രക്ഷിക്കുന്നതിനെയാണ് നമ്മൾ ബെയിൽ ഔട്ട് എന്ന് സാധാരണയായിട്ട് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ദ ഗവൺമെന്റ് ഡിസൈഡഡ് ടു ബെയിൽ ഔട്ട് ദ ഫെയിലിംഗ് ബാങ്ക്സ്. ദ ഗവൺമെന്റ് ഡിസൈഡഡ് ടു ബെയിൽ ഔട്ട് ദ ഫെയിലിംഗ് ബാങ്ക്സ്. അതായത് തകർച്ച നേരിടുന്ന ബാങ്കുകളെ സാമ്പത്തികമായി സഹായിച്ച് രക്ഷിക്കാൻ സർക്കാർ തീരുമാനിച്ചു എന്നുള്ളതാണ് ബെയിൽ ഔട്ട് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ജാമ്യത്തിൽ ഇറക്കുക എന്നും ബെയിൽ ഔട്ട് നമ്മൾ സൂചിപ്പിക്കാറുണ്ട്. ഉദാഹരണമായിട്ട് ഹിസ് ഫാമിലി ഹയർഡ് എ ലോയർ ടു ബെയിൽ ഹിം ഔട്ട്. അവനെ ജാമ്യത്തിൽ ഇറക്കാനായിട്ട് അവൻ്റെ കുടുംബം ഒരു വക്കീലിനെ കണ്ടു എന്നുള്ളതാണ് ഇവിടെ മീനിങ് ആയിട്ട് വരുന്നത്. അപ്പോൾ ബെയിൽ ഔട്ട് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി എന്താണ് മിസ് ദ ബോട്ട് എന്ന് വെച്ചാൽ? മിസ് ദ ബോട്ട് എന്ന് വെച്ചാൽ ഒരു മികച്ച അവസരം നഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാനായിട്ട് വൈകിപ്പോയി എന്നുള്ള അർത്ഥമാണ് മിസ് ദ ബോട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇഫ് യു ഡോണ്ട് അപ്ലൈ ഫോർ ദ PSC എക്സാം നൗ യു വിൽ മിസ് ദ ബോട്ട്. മനസ്സിലായല്ലോ. ഒരു അവസരം നഷ്ടപ്പെടുത്തുക എന്നുള്ള അർത്ഥം നമുക്ക് ഉപയോഗിക്കാം. അടുത്തത് മൂവ് ദ ഗോൾ പോസ്റ്റ്. മൂവ് ദ ഗോൾ പോസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? മുൻകൂട്ടി നിശ്ചയിച്ച നിയമമോ വ്യവസ്ഥകളോ അവസാന നിമിഷം മാറ്റുന്നതിനെയാണ് മൂവ് ദ ഗോൾ പോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഐ വുഡ് നോട്ട് അക്സെപ്റ്റ് ദ ഓഫർ ഇഫ് ഐ ഡാഷ് യു. ഇപ്പം ഞാൻ ആയിരുന്നെങ്കിൽ അങ്ങനെ ഒരു അർത്ഥം വരുമ്പോൾ ഇതൊരു സാങ്കല്പികമായിട്ടുള്ള അവസ്ഥയാണ്. ഇപ്പം ഞാൻ നിങ്ങളായിരുന്നുവെങ്കിൽ അങ്ങനെ ചെയ്തേനെ എന്ന് നമ്മൾ പറയത്തില്ലേ. അപ്പോൾ ആ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ആൻസർ എന്തായിരിക്കും? വേർ ആയിരിക്കും. ഓക്കെ. ഐ വുഡ് നോട്ട് അക്സെപ്റ്റ് ദ ഓഫർ ഇഫ് ഐ വേർ യു. ഞാൻ ആയിരുന്നെങ്കിൽ എന്താണ്? ആ ഒരു ഓഫർ അക്സെപ്റ്റ് ചെയ്യില്ലായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ദ ആന്റണിം ഓഫ് പ്രൈഡ്. പ്രൈഡിൻ്റെ ഓപ്പോസിറ്റ് എന്താണ് എന്നുള്ളതാണ്. പ്രൈഡ് എന്ന് വെച്ചാൽ എന്താണ്?
അഹങ്കാരം അല്ലെങ്കിൽ ഗർവ് എന്നുള്ളതാണ് അർത്ഥം. സോ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വിനയം എന്നുള്ള ഒരു അർത്ഥത്തിൽ ഹ്യൂമിലിറ്റി എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ പ്രൈഡിൻ്റെ ഓപ്പോസിറ്റ് ഹ്യൂമിലിറ്റി. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. കളക്റ്റീവ് നൗൺസ് PSC ഒരുപാട് തവണ ചോദിക്കുന്നതാണ്. ഐ ഹാവ് ലോസ് മൈ ഡാഷ് ഓഫ് കീസ്. ഐ ഹാവ് ലോസ് മൈ ഡാഷ് ഓഫ് കീസ്. എന്താണ് ആൻസർ? ഓപ്ഷൻ സി ആണ്, ബെഞ്ച്. ഐ ഹാവ് ലോസ് മൈ ബെഞ്ച് ഓഫ് കീ എന്നുള്ളതാണ് അതിൻ്റെ കളക്റ്റീവ് നൗൺ ആയിട്ട് വരുന്നത്. അടുത്ത കളക്റ്റീവ് നൗൺസ് PSC ചോദിച്ചിട്ടുള്ള കുറച്ച് കളക്റ്റീവ് നൗൺസ് നമുക്ക് നോക്കാം. എ ഡാഷ് ഓഫ് കൗസ് ഉണ്ട്, എ ഡാഷ് ഓഫ് റോബേഴ്സ്, എ ഡാഷ് ഓഫ് മ്യൂസീഷ്യൻ, എ ഡാഷ് ഓഫ് കിറ്റൻസ്, എ ഡാഷ് ഓഫ് പപ്പീസ്, എ ഡാഷ് ഓഫ് കാറ്റിൽ, എ ഡാഷ് ഓഫ് റൂമറസ്, എ ഡാഷ് ഓഫ് റൂമേഴ്സ്, എ ഡാഷ് ഓഫ് ക്ലാംസ്, എ ഡാഷ് ഓഫ് ഷാർക്സ്, എ ഡാഷ് ഓഫ് ഹാംസ്റ്റേഴ്സ്. സോ നമ്മൾക്ക് ആൻസറിലേക്ക് പോവാം. എ ഹെഡ് ഓഫ് കൗസ് എന്ന് നമ്മൾ പറയും, എ ഗാങ് ഓഫ് റോബേഴ്സ് ആണ്, ആൻ ഓർക്കസ്ട്ര ഓഫ് മ്യൂസീഷ്യൻസ്, എ ലിറ്റർ ഓഫ് കിറ്റൻസ്, എ പാക്ക് ഓഫ് പപ്പീസ്, എ ഹെഡ് ഓഫ് കാറ്റിൽ, എ സ്പ്രെഡ് ഓഫ് റൂമേഴ്സ്, എ ബെഡ് ഓഫ് ക്ലാംസ്, എ സ്കൂൾ ഓഫ് ഷാർക്സ് അല്ലെങ്കിൽ സ്കൂൾ ഓഫ് ഫിഷ് നമ്മൾ പറയും, എ ഹോഡ് ഓഫ് ഹാംസ്റ്റേഴ്സ് എന്നുള്ളതാണ് നമ്മൾ തന്നിരിക്കുന്നതിൽ PSC ചോദിച്ചിട്ടുള്ള കുറച്ച് കളക്റ്റീവ് നൗൺസ്. സോ ഇതെല്ലാം നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മീനിങ് ഓഫ് സെനിസൈഡ്. എന്താണ് മീനിങ് ഓഫ് സെനിസൈഡ് എന്താണ് എന്നുള്ളതാണ്. നമ്മുടെ ആൻസർ എന്താണ്? കില്ലിംഗ് ആൻ ഓൾഡ് മാൻ. എന്താണ് കില്ലിംഗ് ആൻ ഓൾഡ് മാൻ? ഓൾഡ് മാനെ കൊല്ലുന്നതിനാണ് നമ്മൾ സെനിസൈഡ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെ PSC ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് നോക്കാം. പാട്രിസൈഡ് എന്ന് വെച്ചാൽ എന്താണ്? അച്ഛനെ കൊല്ലുന്നതാണ് പാട്രിസൈഡ് എന്ന് പറയുന്നത്, കില്ലിംഗ് ഓഫ് വൺസ് ഓൺ ഫാദർ. ഇനി മാട്രിസൈഡ് എന്താണ്? അമ്മയെ കൊല്ലുന്നതിനെ മാട്രിസൈഡ് എന്ന് പറയുന്നു. അടുത്ത സഹോദരനെ കൊല്ലുന്നതാണ് ഫ്രാട്രിസൈഡ്. എന്താണ് ഫ്രാട്രിസൈഡ്? സഹോദരനെ കൊല്ലുന്നത്. ഇനി സോറോറിസൈഡ്. എന്താണ് സോറോറിസൈഡ്? സഹോദരിയെ കൊല്ലുന്നതാണ് സോറോറിസൈഡ്. അടുത്ത എന്താണ്? യൂക്സോറിസൈഡ്. യൂക്സോറിസൈഡ് ആരെയാണ്? ഭാര്യയെ കൊല്ലുന്നതാണ് യൂക്സോറിസൈഡ് എന്ന് പറയുന്നത്. അടുത്ത മാരിറ്റിസൈഡ്. മാരിറ്റിസൈഡ് ആരെ കൊല്ലുന്നതാണ്? ഭർത്താവിനെ കൊല്ലുന്നതാണ് മാരിറ്റിസൈഡ് എന്ന് പറയുന്നത്. അടുത്ത പാരിസൈഡ്. പാരിസൈഡ് എന്താണ്? മാതാപിതാക്കളെയോ അടുത്ത ബന്ധുക്കളെ കൊല്ലുന്നതിനെ പാരിസൈഡ് എന്നാണ് പറയുന്നത്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇനിയും ഇതേപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് വേണം, ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട് വേണമെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിച്ചു കഴിഞ്ഞാൽ ഇതേപോലത്തെ കൂടുതൽ വീഡിയോസ് നമുക്ക് ചെയ്യാവുന്നതാണ്. PSC ചോദിച്ച ചോദ്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്